So in the last class, we have been talking about the Monsanto process and the Cativa process. Both are methods for the manufacture of acetic acid, by the carbonylation of a methanol, or the combination of methanol and carbon monoxide in the presence of certain catalyst. And we have seen that the difference between these two processes. Monsanto process uses the rhodium catalyst, and the Cativa process uses the iridium. Now, catalyst RH CO twice I twice with a 1 minus. That is the catalyst for Monsanto process, and for the Cativa process only difference is instead of rhodium we have the iridium as the catalyst. No difference at all. CO2 I2 with a 1 minus. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കാര്യം, ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഈ Cativa process, this process was originally developed by the Monsanto company, It was originally developed by, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, a German company called BASF, but it was made use of later by certain modification by the Monsanto process. അവർക്കാണ് അതിന്റെ പേറ്റന്റ് ഉള്ളത്, അതുകൊണ്ടാണ് അവർ Monsanto process എന്ന പേര്, Monsanto company, that is a American company. Later, this method was modified by the British BPCL, Petrochemical Limited. അവരാണ് ബ്രിട്ടീഷ് and a British company uses the Cativa process. കമ്പനിയുടെ പേര് നമ്മൾ അർത്ഥം ആവശ്യമൊന്നുമില്ല. Cativa process ഡെവലപ്പ് ചെയ്തത് ഇറിഡിയം കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാണ്. ഇതിന്റെ നമ്മുടെ രണ്ടിന്റെ കാറ്റലിസ്റ്റ് സൈക്കിൾ കണ്ടുകഴിഞ്ഞു. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇറിഡിയം കാറ്റലിസ്റ്റിൽ ആകെ 4, നമുക്കറിയാം, ഇതിന് രണ്ടെണ്ണത്തിലായാലും 4 ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട്സേ ഉള്ളൂ. നമ്മൾ കാറ്റലിറ്റിക് സൈക്കിൾ വരയ്ക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് കോമ്പൗണ്ട് ഇവിടെ നാലാമത്തെ എത്തുമ്പോൾ വീണ്ടും ആ കാറ്റലിസ്റ്റ് റീജനറേറ്റ് ചെയ്യും. ഓക്സിഡേറ്റീവ് അഡീഷൻ, മൈഗ്രേറ്ററി ഇൻസേർഷൻ, കാർബണൈൽ അഡീഷൻ ആൻഡ് റിഡക്റ്റീവ്. ഈ കേസിൽ 4 ഓർത്ത് വെക്കുക, വളരെ എളുപ്പമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. Oxidative addition of methyl iodide that comes from methanol. ഇത് പുറത്തൊക്കെ വളരെ എളുപ്പമാണ്. നമ്മൾ methanol and HI ഉണ്ടാകുന്നതൊക്കെ അവസാനം ഉണ്ടായിട്ട് വീണ്ടും റിയാക്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. മെത്തനോളും HIയും കൂടി ചേർന്ന് മീഥൈൽ അയോഡൈഡ് ഉണ്ടാവും. ഈ മീഥൈൽ അയോഡൈഡ് ആണ് നമ്മുടെ റിയാക്റ്റന്റുമായിട്ട് അല്ലെങ്കിൽ കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓക്സിഡേറ്റീവ് അഡീഷൻ നടക്കും. അതിനുശേഷം എന്താണ് മൈഗ്രേറ്ററി ഇൻസേർഷൻ, ഒരു CO-വും CH3യും കൂടി ചേർന്നിട്ട് അസറ്റൈലായി മാറും. അപ്പോൾ ഒരു വേക്കൻസി ആണ് വരും. ആ വേക്കൻസിയിലേക്ക് ഒരു പുതിയ കാർബണൈൽ ആഡ് ചെയ്യും. ദാറ്റ് ഈസ് ലിഗാൻഡ് കാർബണൈൽ അഡീഷൻ. ആൻഡ് ഫൈനലി ദ റിഡക്റ്റീവ് എലിമിനേഷൻ വിത്ത് ദി എലിമിനേഷൻ ഓഫ് 2 fragments CH3CO ആൻഡ് CH3CO പോകും. അത്രയും പോകുമ്പോഴേക്ക് നമ്മൾ ഒറിജിനൽ കോമ്പൗണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ വീണ്ടും വരക്കേണ്ട ആവശ്യമില്ല, കണ്ടതാണ് നമ്മൾ. ഓക്കെ, ആ CH3CO അസറ്റൈൽ അയോഡൈഡ് വാട്ടറുമായി റിയാക്ട് ചെയ്തിട്ട് അസറ്റിക് ആസിഡും HIയും ആയി മാറും. ആ HI ആണ് നമ്മുടെ മെത്തനോളായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താകുന്നത് മീഥൈൽ അയോഡൈഡ് ഉണ്ടാകുന്നത്. മീഥൈൽ അയോഡൈഡ് ആൻഡ് വാട്ടർ, ആ വാട്ടർ വീണ്ടും നമ്മൾ അസറ്റൈൽ അയോഡൈഡ് റിയാക്ട് ചെയ്ത് ഇതിൻ്റെ അടുത്ത് വേറൊരു സൈക്കിൾ ഉണ്ട്. ഓക്കെ, ഇവിടത്തേക്ക് വരുമ്പോൾ എന്താ വ്യത്യാസം ഉള്ളത്? Cativa process ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് റോഡിയം വി ഹാവ് ഇറിഡിയം. ഓൺലി ഡിഫറൻസ് ആയിട്ട് കാര്യമില്ല, വിലകളൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. റോഡിയത്തിന്റെ 1/10 വില മാത്രമേ, റോഡിയം ഈസ് ഹൈലി കോസ്റ്റ്ലി, അതിന്റെ 10ൽ1 വില മാത്രമേ ഇറിഡിയം. അതിന്റെ വലിയ കാര്യമാണ് ഇൻഡസ്ട്രിയിലൊക്കെ. കോസ്റ്റ് അബൌട്ട് 1/10 ദാറ്റ് ഓഫ് റോഡിയം. അത് മാത്രമല്ല എൻ്റെ വ്യത്യാസം. അതിന്റെ സൈക്കിൾ എന്തൊക്കെയുള്ളത്? സൈക്കിൾ ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഫസ്റ്റ് യാതൊരു വ്യത്യാസമില്ല. എന്താണ് ഓക്സിഡേറ്റീവ് അഡീഷൻ ഓഫ് മീഥൈൽ അയോഡൈഡ്. മീഥൈൽ അയോഡൈഡ് ഫോം ചെയ്യുന്നത് നമ്മൾ മറ്റേ ഈ പ്രോസസ്സിൽ ഉണ്ടായ പോലെ തന്നെ അവിടെ യാതൊരു വ്യത്യാസമില്ല. മീഥൈൽ അയോഡൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ എന്താണ് മീഥൈൽ അയോഡൈഡ് ഓക്സിഡേറ്റീവ് അഡീഷൻ നടത്തി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എ CO goes and Ni enters. Ni goes and CO enters. CO ആണ് എൻ്റർ ചെയ്യേണ്ടത്. രണ്ടാമത്തെ റിയാക്ടന്റ് I പുറത്തേക്ക് പോയി CO ആഡ് ചെയ്യും. അടുത്ത സ്റ്റെപ്പിൽ എന്താണ് മൈഗ്രേറ്ററി ഇൻസേർഷൻ നടക്കും. CH3
goes with the CO forming the acetyl group. And finally there is a reductive elimination. ഇവിടുന്ന് പുറത്തേക്ക് പോയാൽ അവിടെ തിരിച്ച് കയറിയിട്ട് വീണ്ടും കാറ്റലിസ്റ്റ് ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടാണ്, വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിലാണ് നമ്മൾ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ ചെറിയ വ്യത്യാസം ഇൻഡസ്ട്രിയിലെ വലിയ വ്യത്യാസമാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, കെമിസ്ട്രിയിൽ വലിയ വ്യത്യാസം ഇല്ലെങ്കിലും വ്യവസായത്തിൽ വലിയ വ്യത്യാസം. ഒന്നാമത്തെ കാര്യം ഇറിഡിയത്തിന്റെ വില റോഡിയത്തിനെ അപേക്ഷിച്ച് അതിന്റെ 10% മാത്രമേ ഉള്ളൂ. റോഡിയം വളരെ വില കൂടിയ സാധനമാണ്. ഇറിഡിയത്തിന് വില ഉണ്ടെങ്കിലും ഇതിനപേക്ഷിച്ച് 1/10 മാത്രം. അത് മാത്രമല്ല വ്യത്യാസം. This process, that is the Kateva process, is considered to be more greener, less polluting. And one കാരണം, this process, that is a Kateva process, makes use of less water. അതിൽ വാട്ടറിന്റെ ഉപയോഗം വളരെ കുറവാണ്. വാട്ടറിന്റെ ഉപയോഗം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗുണം? വാട്ടറിന്റെ ഉപയോഗം കുറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ഗുണം, ഈ പ്രോഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ വാട്ടർ ഉണ്ടാവും, അസറ്റിക് ആസിഡ്, അത് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? Drying process one. That is the product, that is acetic acid formed is to be dried, and this drying process is very simple in the Kateva process because it uses less water. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ കുറേ ഡ്രൈയിങ് കോളംസ് ഉണ്ടാവും. ഫാക്ടറിയിലൊക്കെ നമുക്ക് കണ്ടറിയാം, കുറേ വലിയ ടവേഴ്സ് ഉണ്ട്, ഡ്രൈയിങ് ടവേഴ്സ്. ഈ ടവേഴ്സിന് എണ്ണം പരമാവധി കുറക്കാൻ പറ്റും. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ മൊൺസാന്റോ പ്രോസസ്സിന് ഉപയോഗിച്ചിരുന്ന പ്ലാന്റ് ഫാക്ടറി എന്തിനു ഉപയോഗിക്കാം? കാറ്റേവ പ്രോസസ്സിന് ഉപയോഗിക്കാം, യാതൊരു കുഴപ്പമില്ല. കാരണം ഏകദേശം ഒരേ പോലത്തെ മെത്തേഡാണ്. മാത്രമല്ല കാറ്റേവ പ്രോസസ് uses less water, and the use of less water makes the drying process easier, or makes the number of drying columns less compared to the Monsanto process. Monsanto process drying process വളരെ കൂടുതലാണ്. ഒരുപാട് ടവേഴ്സിൽ കൂടി പാസ് ചെയ്ത് അതിന്റെ പ്രോഡക്റ്റിനെ ഡ്രൈ ചെയ്ത് അവസാനം എന്താക്കണം? ഗ്ലേഷ്യൽ അസിറ്റിക് ആസിഡ് അല്ലെങ്കിൽ പ്യൂർ അസിറ്റിക് ആസിഡ് ആക്കി മാറ്റാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് ഇവിടെ വളരെ കുറവാണ് കാറ്റേവ പ്രോസസ്. And the formation of byproducts. Byproduct formation പ്രധാനമായിട്ട് മൊൺസാന്റോ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് അസിറ്റിക് ആസിഡ് പറഞ്ഞാൽ ചിലപ്പോൾ പ്രൊപ്പനോയിക് ആസിഡായി മാറും. അതിന്റെ മെക്കാനിസം നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രൊപ്പനോയിക് ആസിഡ് അതിലെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. അത് അത്രത്തോളം ആവശ്യമില്ലാത്തൊരു സാധനമാണ് അസിറ്റിക് ആസിഡിനെ കമ്പയർ ചെയ്യുമ്പോൾ. ദാറ്റ് മീൻസ് അത് വേസ്റ്റ് ആണ്. കുറച്ച് വേസ്റ്റ് എന്ന് പറഞ്ഞുകൂടെങ്കിലും വേസ്റ്റ് പോലെ തന്നെയാണ്. അപ്പൊ ആ ഫിനോമിനും ഇവിടെ എത്തുമ്പോൾ, അതായത് ഈ പ്രോസസ് എത്തുമ്പോൾ വളരെ കുറവാണ്. ദാറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് എ ബൈ പ്രോഡക്ട്സ് ലൈക്ക് പ്രൊപ്പനോയിക് ആസിഡ് ഈസ് മച്ച് ലെസ് ഇൻ കാറ്റേവ പ്രോസസ് കമ്പയർഡ് ടു ദി മൊൺസാന്റോ പ്രോസസ്. അത് വേറൊരു മെച്ചാണ് ആരുടേത്? കാറ്റേവ പ്രോസസ്. ഓക്കെ, അപ്പൊ 3 മെച്ചങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്തൊക്കെയാണ്? ഒന്ന്, വില. റോഡിയത്തെ അപേക്ഷിച്ച് ഇറിഡിയം ഈസ് ചീപ്പ്. About the cost of iridium is about 1/10 that of rhodium. That is one advantage. Second one is since it uses less water, the drying process is much more easy in the Kateva process. It requires a very small number of drying columns compared to the Monsanto process. കോളത്തിന്റെ എണ്ണം കുറയ്ക്കുന്നുണ്ടെങ്കിൽ ഗുണം മാത്രമല്ല, എന്താണ് എണ്ണം കുറയുന്ന ഗുണം മാത്രമല്ല, എന്താണ് എനർജി എഫിഷ്യന്റ് ആണ്. എത്രത്തോളം? കാരണം ഡ്രൈ ചെയ്യണ എനർജി ഒരുപാട് വേണം. ആ എനർജി ഒരുപാട് ലാഭിക്കും. വിച്ച് ഈസ് മോർ എനർജി എഫിഷ്യന്റ് ബിക്കോസ് ഓഫ് ദി യൂസ് ഓഫ് എ ലോവർ നമ്പർ ഓഫ് ഡ്രൈയിങ് കോളംസ്. ദിസ് കാറ്റേവ പ്രോസസ് ഈസ് മോർ എനർജി എഫിഷ്യന്റ്. It uses less energy compared to Monsanto process. Then the production of a byproducts is less. എസ്പെഷ്യലി പ്രൊപ്പനോയിക് ആസിഡ് പോലെയുള്ള ബൈ പ്രോഡക്ട്സ് ഉണ്ടാകുന്ന ഫിനോമിനൻ കാറ്റേവ പ്രോസസ്സിൽ ഓൾമോസ്റ്റ് നില്ലാണ്. മൊൺസാന്റോ പ്രോസസ്സിൽ ഏകദേശം ഒരു 10% എന്തുണ്ടാവുന്നുണ്ട്? പ്രൊപ്പനോയിക് ആസിഡ് ഉണ്ടാവുന്നുണ്ട്. അത് വേസ്റ്റ് ആണ്. അതും ഒരു മെച്ചാണ്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വാട്ടർ കുറച്ച് ഉപയോഗിക്കുന്നത് തന്നെ വേറെ കാർബൺ മോണോക്സൈഡ് ഒരു റിയാക്ഷൻ നടക്കുന്നത്. CO + H2O ഗിവിംഗ് CO2 + H2. നമ്മൾ പിന്നെ പഠിക്കുന്നുണ്ട്. ഈ റിയാക്ഷന്റെ പേര് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്നാണ്. CO + H2 ഗിവിംഗ് CO2 + H2. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന CO നമ്മൾ പറഞ്ഞ വാട്ടർ ഉപയോഗിക്കുന്നത് കുറവാണെന്ന് പറഞ്ഞ ഇവിടെ കാറ്റേവ പ്രോസസ്സിൽ. അതുകൊണ്ട് തന്നെ ഈ മൊൺസാന്റോ പ്രോസസ്സിൽ വാട്ടറിന്റെ ക്വാണ്ടിറ്റി കൂടുതലുകൊണ്ട് തന്നെ ഈ റിയാക്ഷൻ നടക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റിയാക്ടന്റായ റോ മെറ്റീരിയലായ carbon monoxide waste ആയി പോകും. carbon monoxide is converted into carbon dioxide by a reaction called a water gas shift reaction. WGS ആണ് പറയാം. water gas shift reaction.
ഈ റിയാക്ഷൻ ഒരു അൺവാണ്ടഡ് റിയാക്ഷൻ ആണ് എവിടെ നമ്മുടെ മോൺസാന്റോ പ്രോസസ് സംബന്ധിച്ചിടത്തോളം. ക്ലിയർ ആണല്ലോ. And it results in the wastage of much carbon monoxide by reaction with the water, because we are using more water in Monsanto process. Since we are using less water in the Catawba process, this is not as serious as in the case of the Monsanto process. That is one advantage. ചിലപ്പോൾ ചോദിച്ചേക്കാം കാറ്റോവ പ്രോസസ് ഓവർ മോൺസാന്റോ പ്രോസസ്. നമ്മുടെ പ്രധാന ഉദ്ദേശം എൻ്റെ റിയാക്ഷൻ പഠിക്കുക എന്നുള്ളതാണ്. ചേർത്ത് ചേർന്ന് വരുന്നതാണ് ഇതൊക്കെ. അപ്പോൾ കാറ്റോവ പ്രോസസ് എന്തുകൊണ്ടും നല്ല മെത്തേഡാണ് കമ്പയർഡ് ടു ദി മോൺസാന്റോ പ്രോസസ്. വേൾഡ് വൈഡ് ആയിട്ട് ഉണ്ടാക്കുന്ന അസറ്റിക് ആസിഡിന്റെ നല്ലൊരു ശതമാനവും ആദ്യം ഉണ്ടാക്കിയിരുന്നത് മോൺസാന്റോ പ്രോസസ്സിൽ കൂടിയായിരുന്നു. അപ്പോൾ അത് കുറഞ്ഞു വരുന്നതിന്റെ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പം എന്താണ് കാറ്റോവ പ്രോസസ്സാണ്. നമ്മൾ അസറ്റിക് ആസിഡ് ഒക്കെ കൊടുത്തിട്ട് മില്യൺസ് ഓഫ് ടൺസ് ഓഫ് അസറ്റിക് ആസിഡ് ആർ പ്രിപ്പയർഡ് ഓർ മാനുഫാക്ചർഡ് ഗ്ലോബലി എവറി ഇയർ. ഓരോ കൊല്ലവും മില്യൺസ് ഓഫ് ടൺസ് അസറ്റിക് ആസിഡ് വ്യവസായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ് അസറ്റിക് ആസിഡ്. മനസ്സിലായില്ലേ? നമ്മൾ അസറ്റിക് ആസിഡ് ഒക്കെ കുറച്ച് ലാബിലൊക്കെ ഉപയോഗിക്കാനൊക്കെ വേണ്ടുന്നതൊന്നുമല്ല. വെരി ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടന്റ് പ്രോഡക്റ്റ് ആണ് അസറ്റിക് ആസിഡ്. മില്യൺസ് ഓഫ് ടൺസ് ആർ പ്രിപ്പയർഡ് വേൾഡ് വൈഡ്. And here the most recent process is the Catawba process, and the Monsanto process also is used. സംശയമൊന്നുമില്ല, Monsanto processനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് Catawba process ആണ്. It is a greener process, more energy efficient. മനസ്സിലായില്ലേ? And more economic of course. അപ്പോൾ ഈ രണ്ട് മെത്തേഡും ശ്രദ്ധിക്കുക. Monsanto process പഠിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് വരാൻ വളരെ എളുപ്പമാണ്. Catawba process നമ്മുടെ നോട്ടിൽ ഞാൻ 2 ദിവസം ചേർത്താണ് കൊടുത്തിരിക്കുന്നത്. സിലബസിൽ വേറെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രധാനം അതിന്റെ റിയാക്ഷൻസും അതിന്റെ കാറ്റലിറ്റിക് സൈക്കിളും മനസ്സിലാക്കുക. അതിനോട് ചേർന്നിട്ട് ഇതിന്റെ എല്ലാ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും മനസ്സിലാക്കുക. വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ ഇവിടെ കുറവാണെന്ന് മനസ്സിലാക്കുക. ഇതിന്റെ വില കുറവാണെന്ന് മനസ്സിലാക്കുക. വാട്ടർ ലെസ് ഉപയോഗിക്കുന്നുണ്ട്. വെള്ളത്തിന്റെ ജലവും കുറവ് മാത്രമല്ല, എന്താണ് ഡ്രൈയിങ് കോളത്തിന്റെ എണ്ണം കുറക്കാം. ഡ്രൈയിങ് കോളത്തിന്റെ എണ്ണം കുറക്കുന്ന മാത്രമല്ല, എനർജി കൂടുതൽ എഫിഷ്യന്റ് ആക്കാം. ബൈ പ്രോഡക്ട്സ് കുറവാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഈ സെക്കൻഡ് പ്രോസസ്സിന്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ ഹോമോജീനിയസ് കാറ്റലിസിസിലെ ഒരു പ്രോസസ് കൂടി ബാക്കിയുള്ളത് ദാറ്റ് ഈസ് കോൾഡ് ദി ഓളിഫീൻ മെറ്റാത്തസിസ്. Olefin, what do you mean by metathesis? Chemistry metathesis എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി സിമ്പിൾ റിയാക്ഷൻസ്. നമുക്കറിയാം എടുത്തിട്ടുണ്ട് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പോലെയുള്ള റിയാക്ഷൻ. ഇതിനൊക്കെ നമുക്ക് ജനറൽ ആയിട്ട് ഓളിഫീൻ എന്താ സംഭവിച്ചിരിക്കുന്നത്? എയും ബിയും മുറിഞ്ഞ് സിയും ഡിയും മുറിഞ്ഞ് എയും ഡിയും കൂടി ചേർന്ന് ബിയും സിയും കൂടി ചേർന്ന് അത്രയേ ഉള്ളൂ. സോൾട്ട് മെറ്റാത്തീസിസ് ഉണ്ട്. സോൾട്ട് മെറ്റാത്തീസിസ് നമുക്ക് ബേരിയം ക്ലോറൈഡ് പ്ലസ് സോഡിയം സൾഫേറ്റ്, എന്താണ് ബേരിയം സൾഫേറ്റ് പ്ലസ് സോഡിയം ക്ലോറൈഡ്. ഇങ്ങനത്തെ റിയാക്ഷൻ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? മെറ്റാത്തസിസ് എന്ന് പറയാം. രണ്ട് മോളിക്യൂൾസിലേക്കും ഫ്രാഗ്മെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. 2 molecules react together with both having 2 fragments, and these fragments are exchanged between these 2 species, producing the new products. അതാണ് നമ്മൾ സാധാരണഗതിയിൽ മെറ്റാത്തസിസ് എന്ന് പറയുന്നത്. ഇവിടെ ഒളിഫീൻ മെറ്റാത്തസിസ്, ഒളിഫീൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം? ഇറ്റ്സ് an alkene. So if an alkene, say for example, this is propane, okay, you know, and another one CH3, this is 2-butene. So in a metathesis reaction, in the presence of certain catalyst, these 2 olefins react together, and you can see that the product formed are എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ 2 ഫ്രാഗ്മെന്റ് ആയി ബ്രേക്ക് ചെയ്യും. ഇതും കൂടി തീരും. അപ്പൊ എന്താ CH3 CH CH CH3, യാതൊരു വ്യത്യാസമില്ല, ഇതിനാണ് ഇത്. പക്ഷേ ഇതും കൂടി തരും. അപ്പോഴെന്താ ഉണ്ടാവുക? അപ്പോഴും വ്യത്യാസം CH3 CH
CH2. നമ്മുടെ എന്താ സംഭവം എന്നായിരിക്കും CH3 CH2. അതായത് ഇതും കൂടി ചേർന്ന് ഇതും കൂടി ചേർന്ന്. പക്ഷേ ഇത് മുറിയുമ്പോൾ ചിലപ്പോഴും സംഭവിക്കും ഇതും കൂടി തന്നെ ചേരും. See, it breaks and combines. അപ്പോൾ സോൾട്ട് പോലെയല്ല, ഇത് ഈ പറഞ്ഞ ഫ്രാഗ്മെന്റ് അതായത് CH3 CH can combine with another CH3 CH. അപ്പോഴും ഉണ്ടാകുന്ന എന്താണ്? ഇതിനാണ്. അതെന്താണ്? അത് റിയാക്ട് തന്നെയാണ്. അതായത് ഇതും കൂടി ചേരുന്നത്. ഇനിയോ ഇതും കൂടി ചേരും. അപ്പോഴെന്തുണ്ടാവുക? CH2 ഡബിൾ ബോണ്ട് CH2. ഇതൊരു പുതിയ പ്രോഡക്റ്റ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? So if these two olefins breaks into two fragments, ഇവിടെ ബ്രേക്ക് ചെയ്യുന്നത് at the double bond, അപ്പോൾ മുറിഞ്ഞു പോകാൻ, അതുകൊണ്ട് ഒരു പൈ കൊണ്ട് മുറിയുന്നല്ല, രണ്ട് കഷ്ണമായി മാറുകയാണ്. ആ രണ്ട് കഷ്ണങ്ങൾ റീകമ്പൈൻ ചെയ്യുമ്പോൾ എല്ലാ പോസിബിലിറ്റിയും റീകമ്പൈൻ ചെയ്യുകയും പുതിയ പ്രോഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ ഉണ്ടാകുന്ന ബാക്കിയൊക്കെ പഴയ പ്രോഡക്റ്റുകളാണ്. ഇതെന്താണ്? ഇതിവിടെ ഉള്ളത്. കാരണം ഇതും കൂടി ചേർന്നാലും ഇതും ചേർന്നാലും ഒക്കെ ഇതേ സാധനം തന്നെ ഉണ്ടാവുന്നത്. പക്ഷേ ഇതും ചേരുമ്പോൾ എന്താണ്? അത് ഇതിലില്ലാത്ത, അപ്പൊ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ ഇതും ഉണ്ടാവും. മനസ്സിലാണെങ്കിൽ ഇതിപ്പോ ക്ലിയർ? ഓക്കെ, ഞാൻ അടുത്ത് വേറെ ഒളിഫിൻ നമ്മൾ എടുക്കുക. CH3 CH CH2 CH3 CH2 double bond CH2. Suppose these two olefins undergo a metathesis reaction. You can write down the product form. എന്തൊക്കെ ഉണ്ടാവുക? You can see ഈ ഫ്രാഗ്മെന്റും കൂടി ജോയിൻ ചെയ്താൽ തന്നെ എടുക്കാം. ഈ ഫ്രാഗ്മെന്റ് ഏതെങ്കിലും ജോയിൻ ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് വിൽ ഗെറ്റ് CH3 CH double bond CH2. That is A, ഇത് B, ഇത് C, ഇത് D ആണെങ്കിൽ എയും തന്നെ റിയാക്ട് ചെയ്യും. അപ്പൊ എന്താ കിട്ടുക? എയും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് CH3 CH ഡബിൾ ബോണ്ട് CH3. ബിയും തമ്മിൽ റിയാക്ട് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 CH3. എയും സിയും കൂടെ റിയാക്ട് എന്താ കിട്ടുക? എയും സിയും കൂടെ റിയാക്ട് ചെയ്താൽ കിട്ടുന്നതാണ് ഇത്. CH3 CH ഡബിൾ ബോണ്ട് CH2. സി ഡി ഒന്ന് തന്നെയാണ്. ഇനിയോ ബിയും സിയും കൂടെ റിയാക്ട് എന്താ കിട്ടുക? CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. CH3 CH2 CH double bond CH2. So we have a 1 2 3 4 new products formed. ഇതെന്താണ്? ഈ കോമ്പൗണ്ട് വരുന്നതിന്റെ 1 2 3 4 5. This is a 2-pentane. And this is a ethene. So if 2-pentane and ethene undergoes metathesis reaction, you can see that the product formed are, say, what? Propene. This is propene. And this is a 2-butene. And this is 1 2 3 4 5 6 3-hexene. And this is a 1-butene. Say 2-pentene and ethene react together forming, say, propene, 2-butene, 3-hexene, and 4 new products are formed. Of course, the reaction mixture will have a 2-pentene and ethene also, because ഇതും നേരത്തെ പറഞ്ഞ പോലെ ഇതും റിയാക്ട് ചെയ്യും, ഇതും തന്നെ റിയാക്ട് ചെയ്യും. അപ്പോഴേ ഈ സാധനങ്ങൾ തന്നെ ഉണ്ടാവാം. അതിന്റെ കൂട്ടത്തില് 4 പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാവാം. പറയുന്നത് ക്ലിയർ ആണ് നിങ്ങൾക്ക്? അപ്പൊ ശരിക്കും പറഞ്ഞാല് 2 ഒളിഫീൻസ് നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള മെറ്റാതെസിസ് റിയാക്ഷൻ നടക്കുമ്പോഴേ ഈ 2 ഒളിഫീൻസും 4 കഷ്ണങ്ങളായി മാറുകയും ആ 4 കഷ്ണങ്ങൾ റാൻഡം റീകോമ്പിനേഷൻ നടത്തുകയും ചെയ്യുമ്പോൾ പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാവും. ചിലപ്പോൾ ഉണ്ടാകുന്നത് പഴയ മോളിക്യൂൾ തന്നെ ആയിരിക്കും. And there is nothing to prevent these fragments reacting together so that all the possible products are formed. That may be the reactant itself or a new product, so that the product will be an equilibrium mixture of all the possible olefins. Is it clear?
ഇവിടെ തന്നെ മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞ 2 പെന്റീനും എത്തീനും കൂടി നമ്മൾ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അവസാനം പ്രോഡക്റ്റ് കിട്ടി കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവും? അതിൽ 2 പെന്റീൻ തന്നെ ഉണ്ടാവും, എത്തീൻ ഉണ്ടാവും, പ്രൊപ്പീൻ ഉണ്ടാവും, 2 ബ്യൂട്ടീൻ ഉണ്ടാവും, 3 ഹെക്സീൻ ഉണ്ടാവും, 1 ബ്യൂട്ടീൻ ഉണ്ടാവും. ഇത്രയും സാധനങ്ങൾ അതിലുണ്ടാവും. ഇത് തമ്മിൽ റിയാക്ട് ചെയ്താൽ പുതിയതായിട്ട് യാതൊന്നുണ്ടാവില്ല. കാരണം ഈ ഫ്രാഗ്മെന്റ്സ് ഒക്കെ എങ്ങനെ റിയാക്ട് ചെയ്താലും ഇത് തന്നെ ഉണ്ടാവും. നമ്മൾ നേരത്തെ കണ്ടില്ലേ, നേരത്തെ ആദ്യത്തെ എക്സാമ്പിൾ ആകെ ഒരു പുതിയ പ്രോഡക്റ്റ്, ബാക്കി തമ്മിലുണ്ടാകുന്ന അതേ പഴയ പ്രോഡക്റ്റ് തന്നെയാണ്. കാരണം ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി ഒളിഫീൻ, molecular structure of the olefin. There is possibility of new products and there is possibility of also the same product which is as the reactant. The reactant itself is the product, no difference at all. നമ്മളിപ്പോ ഇതാ എത്തീൻ എടുത്ത് എത്ര നേരം വേറൊരു എത്തീൻ മോളിക്യൂൾ റിയാക്ട് ചെയ്തതിന് എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. ഇത് റിയാക്ട് ചെയ്താലും അത് തന്നെയാണ്, യാതൊന്നും പുതുതായിട്ട് ഉണ്ടാവുന്നില്ല. മനസ്സിലായില്ലേ? ഇത് ശരി, ക്ലിയർ അല്ലേ? എത്തീൻ മോളിക്യൂൾ തമ്മിൽ ഇത് സെൽഫ് മെറ്റാസിസ്, ഒരേ മോളിക്യൂൾ 2 മോളിക്യൂൾ തമ്മിൽ ഇതൊക്കെ സെൽഫ് മെറ്റാ. ഇതിപ്പോ ഈ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? CH ഡബിൾ ബോണ്ട് CH3 ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ സെൽഫ് മെറ്റാസിസ് ആണ്. ഇങ്ങനത്തെ ഒരു മോളിക്യൂൾ വേറെ മോളിക്യൂൾ റിയാക്ട് ചെയ്യാം. അപ്പോൾ ഒരു മോളിക്യൂൾ ഇങ്ങനെയാവും, മറ്റേ മോളിക്യൂൾ ഇങ്ങനെയാവും. പറയുന്നത് ക്ലിയർ ആണോ? ഈ മോളിക്യൂള്, അതായത് ഈ പറഞ്ഞ 2 പെന്റീന്റെ 2 മോളിക്യൂൾസ് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? 2 പെന്റീന്റെ 2 മോളിക്യൂൾ റിയാക്ട് ചെയ്താൽ ഉണ്ടാവുന്നത് ഒന്ന് ഇതാണ്, 2 butene ആണ്, മറ്റേ എന്താണ് 2 butene is formed by the combination of 2 A fragments and 3 hexene is formed by the combination of 2 B fragments. And if A and B combine, that is the reactant itself. അപ്പോൾ A യും AB എന്നുള്ള മോളിക്യൂൾ രണ്ടായിട്ട് മുറിഞ്ഞിട്ട് റീകമ്പൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് A ആവാം, B ആവാം, ചിലപ്പോൾ AB എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാക്ടന്റ് തന്നെയാണ്. പക്ഷേ A എന്ന് പറഞ്ഞാലും B എന്ന് പറഞ്ഞാലും അത് പുതിയ 2 പ്രോഡക്റ്റുകളായി മാറുന്നു. ഇങ്ങനത്തെ റിയാക്ഷൻ നമ്മൾ ജനറലി എന്ന് പറയുന്നത് ഒളിഫീൻ മെറ്റാതീസിസ്. നമ്മൾ ആദ്യം എക്സാമ്പിൾ കണ്ടില്ല, ആകെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാകുന്നുള്ളൂ. ഇവിടെ റിയാക്ടന്റിന് പുറമെ റിയാക്ടന്റ് ഇസ് ദർ ആൻഡ് എ ന്യൂ കോമ്പൗണ്ട് ഈസ് ഫോംഡ്. അവിടെ നേരത്തെ കണ്ട എത്തീൻ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, ഇവിടെ ഇത്തിരി ഉണ്ടാകുന്നുണ്ട്. ഇത് രണ്ടിന് പുറമെ ഇവിടെ 4 പുതിയ സാധനങ്ങൾ ഉണ്ടാകുന്നു. So you can see the number of products formed by the metathetical reaction, metathesis reaction will be different, and that depends on the structure of the reactive molecules. And there are different types of metathetical reaction. Metathetical reactions are metathesis reaction എന്ന് പറയും. രണ്ടാലും കുഴപ്പമില്ല. So we can see that a molecule like this, clear, CH3 CH2, that's a terminal olefin. മനസ്സിലായല്ലോ? റിയാക്ട് വിത്ത് ഇത് രണ്ടും ഇപ്പൊ എന്താണ്? CH3 CH2. ഇതെന്താണ്? CH3ക്ക് പോലെ C2H5 ആയിക്കോട്ടെ, CH3 CH2 രണ്ടായിക്കോട്ടെ, CH 2 ടെർമിനൽ. ഇത് രണ്ടും റിയാക്ട് എന്ത് പ്രോഡക്റ്റ് കിട്ടും നമുക്ക് എഴുതാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. എന്താണ്ടാവുക? ഇതിങ്ങനെ മതി, ഇതിങ്ങനെ മതി. എന്നിട്ടോ can see that ഈ ഫ്രാഗ്മെന്റും ചേർന്ന് കഴിഞ്ഞാൽ you can write down R1 R2. ക്ലിയർ? തീർന്നു പോലെ തോന്നരുത്. ഇവിടെ ഒരു കഷ്ണമുണ്ട്, ഇവിടെ ഒരു കഷ്ണമുണ്ട്. ഇതെന്താണ്? ഇതൊരു CH2 മാത്രമാണ്, ഇതൊരു വേറെ CH2 ആണ്. That is a molecule of ethene. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ വരരുത്. ഇത് മുറിഞ്ഞു കഴിഞ്ഞാൽ ഈ 2 കഷ്ണങ്ങൾ മനസ്സിൽ കാണാതിരിക്കുക. ഇതിനോട് കൂടി ചേർന്ന് ഇതാവുന്നില്ല. ഇതിന്റെ ഈ ഭാഗം, അതായത് ഇവിടെ ശരിക്കും റിയാക്ട് ചെയ്യുന്നത് CH3 CH മാത്രമാണ്. ഇവിടെ റിയാക്ട് ചെയ്യുന്നത് എന്താണ്? CH3 CH2 CH. ഇതിനോട് കൂടി ചേർന്നാൽ ആ CH3 CH തമ്മിലാണ് ഇവിടെ ഡബിൾ ബോണ്ട്. ഈ ഡബിൾ ബോണ്ടാണ് ഇവിടെ കംപ്ലീറ്റ് ആകുന്നത്. മറ്റേ എന്താണ്? മറ്റേ ഇവിടെ ഒരു CH2 ഉണ്ട്, ഇവിടെ ഒരു CH2 ഉണ്ട്, ഇവിടെ ഒരു CH, ഇവിടെ എന്തുള്ളത്? CH2 CH3 ഉണ്ട്, ഇവിടെ എന്തുണ്ട്? CH3 മാത്രമുണ്ട്. എക്സാമ്പിൾ ആയിട്ട് എടുക്കണം. കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണ്? CH3 CH CH2 CH3 CH3 CH. ഈ CH ആണ്, ഇത് ഈ CH ആണ്. ഇതെന്താണ്? ഇത് CH2 CH3 ആണ്. CH2 CH3. R2 CH2 CH3 ആണ്. R1 CH3 ആണെങ്കിൽ ഉണ്ടെങ്കിൽ and you can see that 2 more carbon atoms are there. That is അതാണ് ഇത് രണ്ടും കൂടി ചേർന്നിട്ട് CH2 എന്നുള്ള മറ്റേ മോളിക്യൂൾ ഉണ്ടാവും. ക്ലിയർ? ഇവിടെ ഉണ്ടാവുന്നത് 2. പിന്നെന്താ ഉണ്ടാവുക?
പിന്നെ തീർന്നില്ല, പിന്നെ എന്താ ഉണ്ടാവുക? പിന്നെ ഉണ്ടാവുന്നത് ഇതാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇതുപോലുള്ള രണ്ട് ഫ്രാഗ്മെന്റ്സ്, ഇതും വേറെ മോളിക്കൂൾ റിയാക്ട് ചെയ്യാം. ഇതും തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഈ മോളിക്കൂൾ ആ മോളിക്കൂളായിട്ട് വേറെ സെക്കൻഡ് മോളിക്കൂൾ റിയാക്ട് ചെയ്യുമ്പോൾ എന്താ CH3 ഇതാ. മറ്റേ എന്താ ഉണ്ടാവുക? C2H5 CH ഇവിടെ ഈതൽ ഗ്രൂപ്പ് ഉള്ളത്, ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത്, ഇവിടെ ഈതയിൽ ഉള്ളത്, രണ്ട് സ്ഥലത്തും ഒന്നും ഇല്ലാത്തത്. അപ്പൊ അതിനെ ഈ 4 പ്രോഡക്റ്റ്, ഈ 2 മോളിക്കൂൾ റിയാക്ട് ചെയ്യുമ്പോൾ ഈ രണ്ടിന് പുറമെ പ്രോഡക്റ്റ് എന്താ ഉണ്ടാവുക? പ്രോഡക്റ്റ് വിൽ ബി ഈക്വലിബ്രിയം മിക്സ്ചർ ഓഫ് ഓൾ ദീസ് 6 സ്പീഷീസ്. ഈ 6 ഉണ്ടാവും റിയാക്ഷൻ മിക്സ്ചറിൽ. റിയാക്ഷൻ നടന്നു കഴിയുമ്പോഴേ 6 വ്യത്യസ്ത കോമ്പൗണ്ടുകൾ ഉണ്ടാവും. മനസ്സിലായില്ലേ? ദിസ് ഈസ് എ R1. This compound is formed by cross metathesis, and these two are formed by cross metathesis, and these two are formed by self metathesis. Self metathesis പറയാൻ കാരണം എന്താണ്? This is formed by reaction between two such molecules. ഇങ്ങനത്തെ രണ്ടെണ്ണം ചേർന്നിട്ടാണ് ഇങ്ങനത്തെ ഒന്നുണ്ട്. അതിന്റെ പുറമേ തന്നെ ഓഫ് കോഴ്സ് അവിടെ എത്തിയിട്ടുണ്ടാവും, യാതൊരു സംശയമില്ല. ഇവിടെ അതുപോലെ ഇങ്ങനത്തെ 2 മോളിക്യൂൾ ചേർന്നിട്ടാണ് ഈ മോളിക്യൂൾ ഉണ്ടാകുന്നത്. കാരണം അവിടെ 2 R2 ആണ്, ഇവിടെ 2 R1 ആണ്. പക്ഷെ അവിടെയും ഇവിടെയും എന്തുണ്ടാവും? പ്ലസ് എത്തീൻ. ഇവിടെ എത്തീൻ ഉണ്ടാവും, അവിടെ എത്തീൻ ഉണ്ടാവും. അപ്പൊ എത്തീന്റെ ക്വാണ്ടിറ്റി അതിൽ കൂടുതലായിരിക്കും റിയാക്ഷൻ മിക്സറിൽ. മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട്. ഇഫ് ദി അതർ പ്രോഡക്ട്സ്, മിക്കവാറും ഒളിഫീൻസ് കുറച്ച് കഴിയുമ്പോൾ ലിക്വിഡ് വലിയ ആർക്കൈൽ ഗ്രൂപ്പുകളൊക്കെ വരുന്ന, അത് R1 മീഥൈലൊന്നല്ല, ഒരു ബ്യൂട്ടൈൽ പെന്റൈലൊക്കെ വരുന്ന ഒളിഫീൻസ്, അങ്ങനത്തെ ഒളിഫീൻസ് ലിക്വിഡ്സ് ആയിരിക്കും. ഹയർ മെമ്പേഴ്സ് ആർ ലിക്വിഡ്സ്, യു നോ. And the ethene formed is a gas. ഇപ്പൊ എന്താ വെച്ചോ? അപ്പൊ നമുക്ക് ഈ റിയാക്ഷൻ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പരമാവധി പുഷ് ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായോ? ഇക്വിലിബ്രിയം മിക്സ്ചർ ഉണ്ടാവുമ്പോൾ ഈ എത്തീൻ എന്ന് പറയുന്നത് ഗ്യാസ് ആയതുകൊണ്ട് എസ്കേപ്പ് ചെയ്ത് പോകും. തിരിച്ച് റിയാക്ഷൻ നടത്താനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റ് പ്രോഡക്റ്റുകൾ കൂടി വരും. എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വിൽ ഗോ ടു കംപ്ലീഷൻ ഈസിലി. ഒരെണ്ണം ലിക്വിഡും ഒരെണ്ണം ഗ്യാസും ബാക്കിയെല്ലാം ലിക്വിഡ് ആണ്. ഫോർ എക്സാമ്പിൾ CH3 CH2 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 1 2 3 4 5 6 7. This is a heptene, 1 heptene. CH3 CH2 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 1 octene, 1 heptene, 1 octene കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ റിയാക്ഷൻ മിക്സറിൽ ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആയി നടക്കും. മാത്രമല്ല 4 പ്രോഡക്ട്സ് പിന്നെ ഉണ്ടാവും. എന്തൊക്കെയാണ്? ഇത് രണ്ടും കൊണ്ട് പോകും. എന്താണ്? എത്തീൻ ഉണ്ടാവില്ല. ബാക്കി ഉണ്ടാകുന്നത് എന്തായിരിക്കും? ബാക്കിയൊക്കെ വലിയ ഹൈഡ്രോകാർബൺ ചെയ്യുന്നതുകൊണ്ട് ലിക്വിഡ്സ് ആയിരിക്കും. ലിക്വിഡ്സ് ആയാൽ എന്താണ്? അത് എസ്കേപ്പ് ചെയ്യില്ല. ഇത് ഗേഷ്യസ് ആയതുകൊണ്ട് എസ്കേപ്പ് ചെയ്ത് പോകും. ഇപ്പൊ തിരിച്ച് റിയാക്ഷൻ നടക്കാൻ സാധ്യതയില്ല. ഫോർവേഡ് ഡയറക്ഷനിൽ റിയാക്ട് കൂടുതൽ നടന്നിട്ട് കൂടുതൽ ഇത് പറഞ്ഞ് ഇതുപോലത്തെ പ്രൊഡക്റ്റ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാവുക. ഇതായിട്ടുണ്ടാവാനുള്ള സാധ്യതയില്ല. സെൽഫ് മെറ്റാസിസ് നടത്തിയിട്ട് ഈ പ്രോഡക്റ്റ് ഉണ്ടാവും, ക്രോസ് മെറ്റാസിസ് നടത്തിയിട്ട് ഈ പ്രോഡക്റ്റ് ഉണ്ടാവും. ആൻഡ് യു കെൻ സീ ദാറ്റ് ദ എത്തീൻ എസ്കേപ്സ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പലപ്പോഴും പറഞ്ഞ് ക്ലിയർ ആയില്ല. അപ്പോൾ അതാണ് നമ്മുടെ olefin metathesis. Olefin metathesis, self metathesis between 2 identical molecules, or it can be cross metathesis between 2 different molecules, or it can be, say, if the olefin are again the cyclohexene, and this is a ethene. If these 2 molecules undergo metathesis, what happens? You can see that this double bond breaks and this double bond breaks. When the break it, again join the product. If you break it up, join it. But you can see that a new product is formed, which has the formula like this. ഇവിടെയുള്ള ഇത് CH2 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 CH CH ആണ്.